എക്സൽ വർക്ക് ബുക്കുകളിൽ ടൈം സ്റ്റാമ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. എക്സലിൽ ഡേറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് ഡേറ്റ എൻട്രി ചെയ്യുന്ന തീയതിയും ഡേറ്റ എൻട്രി ചെയ്യുന്ന സമയവും ഓട്ടോമാറ്റിക്കലി റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് ഇവിടെ ടൈം സ്റ്റാമ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്ന ഏതെങ്കിലും ഒരു സെല്ലിൽ നമ്മൾ ഡേറ്റ എൻട്രി ചെയ്യുമ്പോൾ ഡേറ്റ എൻട്രി ചെയ്ത സെല്ലിന് തൊട്ടടുത്ത സെല്ലുകളിൽ ഡേറ്റ എൻട്രി ചെയ്ത തീയതിയും ഡേറ്റ എൻട്രി ചെയ്ത സമയവും ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാനുള്ള എക്സൽ ഫോമുലകൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിനുവേണ്ടി നമ്മൾ എക്സൽ ടുഡേ ഫംഗ്ഷനും നൗ ഫംഗ്ഷനുമാണ് ഉപയോഗിക്കുക. കറൻറ്റ് ഡേറ്റ് അഥവാ ഇന്നത്തെ തീയതി കിട്ടാനായിട്ടുള്ളതാണ് ടുഡേ ഫംഗ്ഷൻ. ഉദാഹരണത്തിന് ഈ സെല്ലിൽ ഈക്വൽ ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, കറൻറ്റ് ഡേറ്റ് അഥവാ ഇന്നത്തെ തീയതി ടുഡേ ഫംഗ്ഷൻ ഈ സെല്ലിലേക്ക് തന്നു. ഇതേ രീതിയിൽ ഈ സെല്ലിൽ നൗ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക നോക്കുക. ഈക്വൽ നൗ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, എൻ്റർ. നോക്കുക, കറൻറ്റ് ഡേറ്റ് ആൻഡ് കറൻറ്റ് ടൈം, അതായത് ഇന്നത്തെ തീയതിയും ഇപ്പോഴത്തെ സമയവും നൗ ഫംഗ്ഷൻ ഈ സെല്ലിലേക്ക് തന്നത് കാണാം. ഈ രണ്ട് ഫംഗ്ഷൻസാണ് ഇവിടെ ടൈം സ്റ്റാമ്പ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫോമുലകളിൽ നമ്മൾ സർക്കുലർ റെഫറൻസ് ഉപയോഗിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഫോമുലകളിൽ സർക്കുലർ റെഫറൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എക്സൽ ഒരു എറർ മെസ്സേജ് ആകും ഡിസ്പ്ലേ ചെയ്യുക. അത് ഒഴിവാക്കാനായിട്ട് ഫയൽ ടാബിൽ പോവുക, മോ ഓപ്ഷൻസ്, എക്സൽ ഓപ്ഷൻസ് എന്ന ഡയലോഗ് ബോക്സിൽ ഫോമുലാസ്, എനേബിൾ ഇറ്ററേറ്റീവ് കാൽക്കുലേഷൻ. ഓക്കെ, ഈ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നു. ഇനി ഈ കാണുന്ന സെല്ലിൽ ഡേറ്റ എൻട്രി ചെയ്യുന്ന അതേ സമയം തന്നെ തൊട്ടടുത്ത സെല്ലിൽ ഡേറ്റ എൻട്രി ചെയ്ത തീയതി കിട്ടാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. ഈക്വൽ ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇഫ് ഫംഗ്ഷനുള്ളിലെ ഒന്നാമത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. തൊട്ടടുത്ത സെല്ലിൽ ഡേറ്റ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. നോട്ട് ഈക്വൽ ടു നൾ വാല്യൂ, അതിനുവേണ്ടി ഡബിൾ കോട്ട്സ്, കോമ, രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ട്രൂ, അതായത് തൊട്ടിപ്പുറത്തെ സെല്ലിൽ ഡേറ്റ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. ഇവിടെ നമ്മൾ വീണ്ടും ഇഫ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇഫ് ഫംഗ്ഷനുള്ളിലെ ആദ്യത്തെ ആർഗ്യുമെൻറ്റ് ലോജിക്കൽ ടെസ്റ്റ്. ഫോമുല എഴുതുന്ന സെല്ലിൽ ഡേറ്റ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഈ സെല്ലിൻ്റെ അഡ്രസ്സ് ഉപയോഗിക്കുന്നു. ഈ സെല്ലിൻ്റെ അഡ്രസ്സ് C3 ആണ്. C3 നോട്ട് ഈക്വൽ ടു നൾ വാല്യൂ, കോമ, വാല്യൂ ഇഫ് ട്രൂ, അതായത് ഈ സെല്ലിൽ ഡേറ്റ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടുന്ന വാല്യൂ. ഈ സെല്ലിൽ ഡേറ്റ ഉണ്ടെങ്കിൽ അതേ വാല്യൂ തന്നെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ലിൻ്റെ അഡ്രസ്സ് ഉപയോഗിക്കുക. C3, കോമ, വാല്യൂ ഇഫ് ഫോൾസ്. ഈ സെല്ലിൽ ഡേറ്റയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കറൻറ്റ് ഡേറ്റ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ടുഡേ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, ഇഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു, കോമ, ഒന്നാമത്തെ ഇഫ് ഫംഗ്ഷനുള്ളിലെ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഇഫ് ഫോൾസ്. ഇവിടെ നൾ വാല്യൂ ഉപയോഗിക്കുന്നു. ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ സെല്ലിൽ നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തെ സെല്ലിൽ കറൻറ്റ് ഡേറ്റിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്പർ വന്നാൽ കാണാം. ഈ നമ്പറിനെ കറസ്പോണ്ടിങ് ഡേറ്റ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോമാറ്റ് സെൽസ്, ഡേറ്റ്. ഇവിടെ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ഫോമാറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ആദ്യത്തെ ഫോമാറ്റ് ഉപയോഗിക്കുകയാണ്. ഓക്കെ, നോക്കുക, നമ്പർ കറസ്പോണ്ടിങ് ഡേറ്റ് ആയിട്ട് മാറിയത് കാണാം. ഇനി ഫോമുല താഴെ കോപ്പി ചെയ്യുന്നു. ഇനി ഇതേ രീതിയിൽ ഡേറ്റ എൻട്രി ചെയ്യുന്ന സമയം മൂന്നാമത്തെ കോളത്തിലേക്ക് കിട്ടാനായിട്ട് ഈ ഡേറ്റ ഡിലീറ്റ് ചെയ്യുന്നു. ഈക്വൽ ഇഫ് ഫംഗ്ഷൻ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഈ സെല്ലിൽ ഡേറ്റ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഈ സെല്ല് സെലക്ട് ചെയ്യുന്നു. നോട്ട് ഈക്വൽ ടു നൾ വാല്യൂ, കോമ, ഈ സെല്ലിൽ ഡേറ്റ ഉണ്ടെങ്കിൽ അടുത്ത ഇഫ് ഫംഗ്ഷനിലേക്ക് പോവുക. ഇഫ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഫോമുല എഴുതുന്ന സെല്ലിൽ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് ഈ സെല്ലിൻ്റെ അഡ്രസ്സ് ഉപയോഗിക്കുക. ഈ സെല്ലിൻ്റെ അഡ്രസ്സ് D3 ആണ്. D3 നോട്ട് ഈക്വൽ ടു നൾ വാല്യൂ, കോമ, ഈ സെല്ലിൽ ഡേറ്റ ഉണ്ടെങ്കിൽ അതേ ഡേറ്റ തന്നെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സെല്ലിൻ്റെ അഡ്രസ്സ് ഉപയോഗിക്കുന്നു. D3, കോമ, വാല്യൂ ഇഫ് ഫോൾസ്. ഈ സെല്ലിൽ ഡേറ്റയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കറൻറ്റ് ടൈം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നൗ ഫംഗ്ഷൻ ഉപയോഗിക്കുക. നൗ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, രണ്ടാമത്തെ ഇഫ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നു.
കൊമ, ഒന്നാമത്തെ ഇഫ് ഫംഗ്ഷൻ്റെ മൂന്നാമത്തെ ആർഗ്യുമെൻറ്റ് വാല്യൂ ഫോൾസ്. ഇവിടെ നൾ വാല്യൂ ഉപയോഗിക്കുന്നു. ഡബിൾ കോട്ട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ. ഇനി ഈ സെല്ലിൽ നമ്മൾ എന്തെങ്കിലും ഡേറ്റ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക, തൊട്ടടുത്ത സെല്ലുകളിൽ കറണ്ട് ഡേറ്റും കറണ്ട് ടൈമും വന്നാൽ കാണാം. ഇവിടെ ഇപ്പോൾ കറണ്ട് ടൈമിന് ഇക്വലൻ്റ് ആയിട്ടുള്ള നമ്പറാണ് കാണുന്നത്. ഈ നമ്പറിനെ കറസ്പോണ്ടിങ് ടൈമായിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ സെല്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് സെൽസ്, ടൈം. ഇവിടെ നിന്ന് നമ്മൾക്ക് ആവശ്യമുള്ള ടൈം ഫോർമാറ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ. ഇനി ഫോർമുല താഴേക്ക് കോപ്പി ചെയ്യുന്നു. ആദ്യത്തെ കോളത്തിൽ ഡേറ്റ എൻ്റർ ചെയ്യുന്നു. അടുത്ത കോളങ്ങളിൽ കറണ്ട് ഡേറ്റും കറണ്ട് ടൈമും വന്നാൽ കാണാം. ഇവിടെ നമ്മൾ ഫോർമുലകൾ ഉപയോഗിച്ചിട്ടാണ് ടൈം സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്തത്. ഇതിന് പുറമെ എക്സലിൻ്റെ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ് ഉപയോഗിച്ച്, അതായത് VBA ഉപയോഗിച്ചിട്ടും ടൈം സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആ മെത്തേഡ് കുറച്ചുകൂടി ഡൈനാമിക് ആണ്. കാരണം ഡേറ്റ ഓരോ തവണ മോഡിഫൈ ചെയ്യുമ്പോഴും അതിനനുസരിച്ച് ഈ പറഞ്ഞ ടൈം സ്റ്റാമ്പ്സ് അപ്ഡേറ്റ് ചെയ്യപ്പെടും. ആ മെത്തേഡിനെ കുറിച്ച് പിന്നീട് വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് വിഷ് യു എ ഗ്രേറ്റ് ഡേ.